Welcome to RK's Stories. പ്രിയ പ്രണയിനി ഭാഗം 69. രചനയും അവതരണവും രഘുദാസ് കട്ടുങ്കൽ. എല്ലാവരും പോയോ? ആ വലിയ ആൽമരത്തിന്റെ പിന്നിൽ നിന്നും പതിഞ്ഞ സ്വരത്തിൽ ഉയർന്ന ചോദ്യം കേട്ട് മരക്കൊമ്പിൽ ഇരുന്നവൻ പൊട്ടിച്ചിരിച്ചു. അവന്മാരിപ്പോ കമ്പിളിത്തോട്ടിൽ എത്തിക്കാണും. അത് പറയുമ്പോ ആ ഇരുട്ടിലും അവന്റെ മുഖത്തൊരു കുസൃതി ചിരി ഉണ്ടായിരുന്നു. ആൽമരത്തിന്റെ മറവിൽ നിന്നും വൈശാഖി പതുക്കെ പുറത്തേക്ക് വന്നു. അവളുടെ കയ്യിൽ കാവിനെ നടുക്കിയ പെൺചിരിയുടെയും കാലൻ കോഴിയുടെയും കരച്ചിലിന്റെയൊക്കെ യഥാർത്ഥ ഉറവിടമായ ഒരു കാമഫ്ലാഷ് കളറിലുള്ള ബ്ലൂടൂത്ത് സ്പീക്കറും മറുകയിൽ ചെറിയൊരു ടോർച്ചും ഉണ്ടായിരുന്നു. അവൾ ടോർച്ചിന്റെ നേർത്ത വെളിച്ചം മുകളിലേക്ക് അടിച്ചു. മരക്കൊമ്പിലിരുന്ന് യാതൊരു കൂസലുമില്ലാതെ കാലുകളിട്ട് ആടി കളിക്കുകയായിരുന്നു സാക്ഷാൽ അനന്തൻ. രാജീവിനെയും കൂട്ടരെയും ഭയപ്പെടുത്തിയ ആ പ്രേതരൂപം കൊച്ചുകുട്ടികളെ പോലെ കാലുമാട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് വൈശാഖി ചിരിച്ചുകൊണ്ട് പല്ല് കടിച്ചു. അവിടെ നിന്ന് കളിക്കാതെ ഇറങ്ങി വാ മനുഷ്യ, ഇല്ല ഞാൻ കല്ലെടുത്ത് എറിഞ്ഞു വീഴ്ത്തും. അവൾ താഴെ നിന്നും ഒരു ചെറിയ കല്ല് പെറുക്കിയെടുത്ത് അവനെ ഉന്നം വെച്ച് ഭീഷണിപ്പെടുത്തി. എങ്ങനെയുണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? ആട്ടം നിർത്താതെ തന്നെ അവൻ ഗമയിൽ ചോദിച്ചു. പെർഫോമൻസ് ഒക്കെ കൊള്ളാം, പക്ഷെ പൊന്നോനിപ്പോ ശരിക്കും പടമായേനെ. അവൻ ആ തോക്കെടുക്കുന്നത് കണ്ടപ്പോ ഞാനൊന്ന് പേടിച്ചതാ, എന്റെ ചങ്ക് പിടഞ്ഞുപോയി. വൈശാഖി ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. പക്ഷെ ആ കൃത്യസമയത്ത് ആ കടവാവലുകൾ എങ്ങനെ വന്നെന്നാ ഞാൻ ഓർക്കുന്നേ. അതും അത്രയേറെ എണ്ണം. ഇതിനു മുന്നേ ഈ കാവിനകത്ത് ഞാൻ കണ്ടിട്ടില്ല ഇത്രയും വവ്വാലുകളെ. ഇനി എങ്ങനെ ഇവിടെ കാവിലമ്മയുടെ സാന്നിധ്യം ശരിക്കും ഉണ്ടോ അനന്തേട്ടാ? നേരിയ ഭയത്തോടെ അവൾ മുന്നിലെ വിഗ്രഹത്തിലേക്ക് ടോർച്ചടിച്ചു നോക്കി. നേരത്തെ ഭയാനകമായി തോന്നിയ ആ ദേവി വിഗ്രഹം ഇപ്പോ വളരെ ശാന്തമായ ഒരു ഭാവത്തോടെ അനുഗ്രഹിക്കും പോലെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവനെങ്ങാനും വെടി പൊട്ടിച്ചിരുന്നേലും ഞാൻ കൃത്യമായിട്ട് ഒഴിഞ്ഞു മാറിയനെ. അനന്തൻ വീണ്ടും വീരവാദം മുഴക്കി. ഒഴിഞ്ഞു മാറിയനെ? അവിടെ ഇരുന്ന് കിന്നാരം പറയാതെ വേഗം ഇറങ്ങിക്കേ. യശോദേ, ഒരു പഴയ സിനിമ ഡയലോഗ് നീട്ടി വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ ആലിൽ നിന്നും താഴേക്ക് കിടക്കുന്ന വലിയൊരു വേരിൽ തൂങ്ങി അനായാസം താഴേക്ക് ചാടി. പോകാം, അധികം നേരം ഇവിടെ നിൽക്കണ്ട. വൈശാഖിയുടെ സ്വരത്തിൽ അപ്പോഴും നേരിയ ഭയമുണ്ടായിരുന്നു. എന്തേ, നിനക്ക് പേടിയുണ്ടോ വെച്ചു? ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മൾ ഈ കാവിൽ ഒളിച്ചും ഓടിത്തൊട്ടൊക്കെ കളിച്ചിരുന്നതല്ലേടാ. കാവിലമ്മ നമ്മളൊരിക്കലും ദ്രോഹിക്കില്ല. പക്ഷെ ഒരു കാര്യം സത്യമാ, ആ കരിങ്കൽ കെട്ടിനകത്തെ രത്നം എടുക്കാൻ ശ്രമിച്ചവരാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അതാ പറഞ്ഞ് വെറുതെ ഡിസ്ക് എടുക്കണ്ട മോനെ. അവൾ അവനെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് ടോർച്ച് തെളിച്ച് മുന്നിൽ നടന്നു. നീ ആ മൂന്നാമത് വിട്ട പൊട്ടിച്ചിരി ശരിക്കും കലക്കി കേട്ടോ. ആ എഫക്റ്റിലെ മിക്കവാറും അവന്മാര് പാന്റിലും പുള്ളി കാണും. വേഗത്തിൽ മുന്നിലേക്ക് കയറി അവളുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അനന്തനത് പറഞ്ഞത്. ഇനി എന്തിനാ മനുഷ്യ നിങ്ങൾ ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നേ? നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ചത് സജീവനാണെന്ന് തെളിഞ്ഞു, അതിനുള്ള ശിക്ഷ അവന് കിട്ടുകയും ചെയ്തു. വിഷ്ണുവേട്ടനും പുറത്തിറങ്ങി. ഇനിയിപ്പോ എന്താ? ആ ഗെച്ചുനെ കാണുമ്പോ എനിക്ക് വല്ലാത്ത സങ്കടം വരും. അവളിപ്പോഴും നിങ്ങളെയും പ്രതീക്ഷിച്ചിരിക്കുകയല്ലേ. മതിയാക്കുന്ന ഈ നാടകം എല്ലാവരുടെ മുന്നിലേക്ക് ഇനി വന്നൂടെ? അവളുടെ ചോദ്യം കേട്ട് അനന്തന്റെ മുഖത്ത് ചിരിമാഞ്ഞ് അവിടെ ഗൗരവം നിറഞ്ഞു. ആ ഗംഗാധരനെയും സദാനന്ദനെയും നിനക്ക് ശരിക്കും അറിയില്ല വെച്ചു. അവന്മാരുടെ ശല്യം എക്കാലത്തേക്കുമായി അവസാനിക്കുന്നതുവരെ ഞാനിങ്ങനെ മരിച്ചുപോയവനായി മറഞ്ഞു നിൽക്കുന്നതാ ബുദ്ധി. നോക്ക്, ഇപ്പോ തന്നെ രാജീവും കൂട്ടരും ആ രത്നം മോഷ്ടിക്കാൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് ക്രിസ്റ്റി വിളിച്ചു പറഞ്ഞപ്പോ ഇതുപോലൊരു സീനുണ്ടാക്കി അവന്മാരെ പേടിപ്പിച്ചോടിക്കാൻ എനിക്ക് സാധിച്ചത് എന്തുകൊണ്ടാ? ഞാൻ മരിച്ചുപോയി എന്ന് അവന്മാര് വിശ്വസിക്കുന്നതുകൊണ്ടാ. അതുപോലുള്ള ചെറിയ പൊടിക്കൈകൾക്ക് ഈ ഒരു ഒളിവിലെ ജീവിതം തന്നെയാ ഇപ്പൊ നല്ലത്. പിന്നെ ആ ഉത്തരം പൂർണ്ണമായും ദഹിക്കാത്തതുപോലെ അവൾ കെറുവോടെ മുഖം വീർപ്പിച്ച് അവനെ നോക്കി. ഇന്നിന് നീ വീട്ടിലേക്ക് പോകുന്നുണ്ടോ? അവളുടെ പിണക്കം മാറ്റാനായി അനന്തൻ ആ കവളിൽ കിള്ളിക്കൊണ്ട് ചോദിച്ചു. ഇല്ല, ഈ പാതിരാത്രി ഇനി അങ്ങോട്ടോ. ഞാൻ ആരോഗ്യത്തേക്ക് പോരാന്ന് എന്നല്ലേ പറഞ്ഞേ. എന്തിന് നമുക്ക് ഇവിടെ കിടക്കാം, കയ്യിൽ താക്കോലുണ്ട്. ശരി. അതും പറഞ്ഞുകൊണ്ട് അവളുടെ തോളിലെ പിടിവിടാതെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവൻ കാവിൽ നിന്നും ആര്യകത്തേക്കുള്ള പറമ്പിലേക്ക് കയറി. കാവിൽ നിന്നും കയറി വന്ന അനന്തന്റെയും വൈശാഖിയുടെയും കാലുകൾ പെട്ടെന്ന് നിശ്ചലമായി പോയി. മുന്നിൽ കണ്ട കാഴ്ച അവരക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. ആ കനത്ത ഇരുട്ടിൽ മുണ്ടും മടക്കി കുത്തി വളരെ കൂളായി നിൽക്കുകയാണ് ദേവൻ. അവന്റെ തൊട്ടടുത്ത് നെഞ്ചിൽ കൈകൾ പിണച്ചു കെട്ടി ഗൗരിയും. വൈശാഖിയുടെ കയ്യിലിരുന്ന ടോർച്ചിന്റെ നേർത്ത വെളിച്ചം അവരുടെ മുഖത്തേക്ക് വീണപ്പോ ഇത്രയും കാലം ഒളിച്ചുകളി നടത്തിയവനെ കൈയോടെ പിടികൂടിയതിന്റെ ഒരു കുസൃതിച്ചിരിയായിരുന്നു ദേവന്റെ കണ്ണുകളിൽ.
എന്നാൽ ഗൗരിയുടെ കണ്ണുകളിൽ സങ്കടവും അതിലേറെ സന്തോഷവും കൂടിക്കുഴഞ്ഞ് കണ്ണുനീരായി പെയ്തിറങ്ങാൻ വെമ്പി നിൽക്കുകയായിരുന്നു. കള്ളം പിടിക്കപ്പെട്ട കുട്ടികളെ പോലെ വൈശാഖിയും അനന്തനും എന്ത് പറയണമെന്നറിയാതെ പരസ്പരം നോക്കി. ഒന്നും മിണ്ടാതെ കുറച്ചു നേരം പരസ്പരം നോക്കി നിന്നതിനൊടുവിൽ ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഗൗരിയുടെ നിയന്ത്രണം വിട്ടുപോയി. ഒരു കരച്ചിലോടെ അവൾ മുന്നിലേക്ക് ഓടിവന്ന് അനന്തന്റെ നെഞ്ചിലേക്ക് വീണു. തന്റെ പ്രിയപ്പെട്ട പെങ്ങൾ മാറിലേക്ക് വീണപ്പോ അനന്തന്റെയും കണ്ണുകൾ നിറഞ്ഞു. അവൻ അവളെ ഇറുകെ കെട്ടിപ്പിടിച്ച് ആ മുടിയിഴകളിൽ വാത്സല്യത്തോടെ തലോടി ആശ്വസിപ്പിച്ചു. എന്നാലും അനന്തേട്ട, ഇത്രയും കാലം ഇവിടെ എന്റെ തൊട്ടടുത്തുണ്ടായിരുന്നിട്ടും എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. അനന്തന്റെ നെഞ്ചിൽ മുഖം അമർത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗൗരി ചോദിച്ചു. ഇന്ന് വരും നാളെ വരുമെന്നും കരുതി ഞാൻ എത്ര ദിവസം എണ്ണി നിൽക്കുന്നെന്നറിയോ? പദം പറഞ്ഞ് കരയുന്ന ഗൗരിയെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ അനന്തൻ വല്ലാതെ കുഴങ്ങി. ഈ ചോദ്യങ്ങൾക്കെല്ലാം എന്തു മറുപടി പറയണമെന്നറിയാതെ അവൻ നിസ്സഹായനായി ഒരു സഹായത്തിനോണം വൈശാഖിയെ നോക്കി. വൈശാഖി പതുക്കെ ഗൗരിയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ തോളിൽ പിടിച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഗച്ചു, കരയാതെ. അനന്തേട്ടൻ ഇത്രയും കാലം വിളിച്ചത് വരാതിരുന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. അത് കേട്ടതും സങ്കടവും അതിലേറെ ദേഷ്യവും വന്ന ഗൗരി വൈശാഖിയുടെ തോളിൽ ശക്തിയായി ഒന്നടിച്ചു. നീ എന്നോട് മിണ്ടണ്ട വൈശു. ഇപ്പോഴും എന്റെ കൂടെ നടന്നിട്ട് പോലും നീ ഇതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. എല്ലാവരും കൂടി എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ? അവൾ കൊച്ചുകുട്ടികളെ പോലെ പരിഭവിച്ചു. സോറി മോളെ. കുറ്റബോധത്തോടെയും അതിലേറെ സ്നേഹത്തോടെയും വൈശാഖി ഗൗരിയെയും അനന്തനെയും ഒരുപോലെ ചേർത്ത് പുണർന്നു. ആ സ്നേഹസ്പർശനത്തിൽ ഗൗരിയുടെ തേങ്ങൽ ഒന്നുകൂടി ശക്തമായി. മൂവരുടെയും കണ്ണുകൾ അപ്പോൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. അവരുടെ ആ വൈകാരികമായ ഒത്തുചേരൽ ഒരു പുഞ്ചിരിയോടെ നോക്കി നിൽക്കുകയായിരുന്ന ദേവൻ ഒടുവിൽ ഇടപെട്ടു. അതേ, ഈ പാതിരാത്രി ഇരുട്ടത്തിങ്ങനെ നിന്ന് കരയാതെ നമുക്കാദ്യം വീടിനകത്തേക്ക് കയറാം. ദേവൻ സ്നേഹത്തോടെ അവരോട് പറഞ്ഞു. എന്നിട്ട് അനന്തിന് പറയാനുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് സമാധാനമായിട്ടിരുന്ന് കേൾക്കാം. സമ്മതമെന്നോണം തലകുലുക്കിക്കൊണ്ട് അനന്തൻ ഗൗരിയെ ഒന്നുകൂടി നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്ത് സന്തോഷം കൊണ്ട് നിറഞ്ഞ മനസ്സോടെ അവർ നാലുപേരും ആര്യകത്തെ വീടിന്റെ പൂമുഖത്തേക്ക് നടന്നു. വർഷങ്ങൾക്ക് ശേഷമുള്ള കൂടിച്ചേരലിന്റെ സന്തോഷം അപ്പോൾ അവരുടെ മനസ്സുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. ഇനി പറയും, അന്ന് നെഞ്ചിൽ കുത്തുകൊണ്ട് കായൽ ചാടിയിട്ട് പിന്നെ എന്താ സംഭവിച്ചത്? ദേവൻ ചോദിച്ചു. പാതിരാത്രിയുടെ ആ അവസാന യാമത്തിൽ ആര്യകത്തെ സ്വീകരണ മുറിയിൽ അനന്തന്റെ കഥ കേൾക്കാനിരിക്കുകയായിരുന്നു അവർ. ഗൗരി തന്റെ അനന്തേട്ടനെ ഇറുകെ ചുറ്റിപ്പിടിച്ച് തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ജീവൻ തന്നെ തിരികെ കിട്ടിയതുപോലെ അവനെ ഇനി വിട്ടുകളയുകയില്ല എന്നൊരു കരുതൽ അവളുടെ ആ ഇരിപ്പിലുണ്ടായിരുന്നു. അടുത്തൊരു കസേരയിൽ വൈശാഖിയുമുണ്ട്. അവർക്ക് മുന്നിലായിരിക്കുന്ന ദേവന്റെ മുഖത്ത് എന്താണ് നടന്നത് എന്നറിയാനുള്ള ആകാംക്ഷയായിരുന്നു. അനന്തൻ ഒരു ദീർഘനിശ്വാസം എടുത്തു. പഴയ ഓർമ്മകൾ ആ മുഖത്ത് നിഴലിച്ചു. അന്ന് ആ ഇരുട്ടില് നെഞ്ചിലെ മുറിവിൽ നിന്നൊലിക്കുന്ന ചോരയുമായി ഞാൻ കായലിലേക്ക് ചാടുമ്പോൾ എന്റെ മനസ്സ് മുഴുവൻ വൈശാഖിയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. എനിക്കെന്തെങ്കിലും സംഭവിച്ച അവൾ എന്ത് ചെയ്യും, അവളുടെ അവസ്ഥ എന്താകുമെന്നൊക്കെയുള്ള ആകുലത മാത്രമായിരുന്നു എൻ്റെ അവസാനത്തെ ചിന്ത. പക്ഷേ ഞാൻ തീരെ പ്രതീക്ഷിക്കാതിരുന്നൊരു സംഭവം അവിടെ നടന്നു. അതെന്താണെന്നറിയാനുള്ള ആകാംക്ഷ ദേവന്റെയും ഗൗരിയുടെയും മുഖത്ത് തെളിഞ്ഞു. ഞാനെന്ന് വെള്ളത്തിലേക്ക് വീണതിന് പിന്നാലെ എന്നെ രക്ഷിക്കാൻ ക്രിസ്റ്റിയും ആ കായലിലേക്ക് എടുത്തു ചാടിയിരുന്നു. അനന്തൻ പറഞ്ഞത് കേട്ട് ദേവനും ഗൗരിയും ഒരുപോലെ ഞെട്ടി പരസ്പരം നോക്കി. ആ കായലിലേക്കോ? ദേവൻ ചോദിച്ചു. അതെ, അത്രയ്ക്ക് അടിയൊഴുക്കുള്ള ആ കായലിലേക്ക് അവൻ ചാടുമെന്ന് ഞാനും കരുതിയില്ല. എന്നിട്ട് അന്ന് ഞങ്ങൾ കമ്പിളിത്തോട്ടിൽ വന്നപ്പോ ക്രിസ്റ്റി പറഞ്ഞത് ഇങ്ങനെയൊന്നും അല്ലല്ലോ. ഗൗരിയുടെ മുഖത്തെ സംശയം കണ്ട് അനന്തൻ ചിരിച്ചു. അവൻ അവിടുന്ന് നേരെ വീട്ടിൽ ചെന്ന് വൈശാഖിയും കൂട്ടി കമ്പിളിത്തോട്ടിലേക്ക് പോയി എന്നാണല്ലോ ഞങ്ങളോട് പറഞ്ഞേ. ശരിയല്ലേ എന്ന് സൂചിപ്പിക്കും പോലെ ഗൗരി ദേവനെ ഒന്ന് നോക്കി. അതെ എന്ന് ദേവൻ തലയും കുലുക്കി. നിങ്ങളോട് അങ്ങനെ പറഞ്ഞാൽ മതിയെന്ന് ഞാൻ പ്രത്യേകം ചട്ടം കെട്ടിയിരുന്നു. അതും പറഞ്ഞ് അനന്തൻ ചിരിച്ചതും ഗൗരി ദേഷ്യത്തോടെ അവന്റെ കയ്യിൽ അമർത്തിയൊന്ന് നുള്ളി. ഔ, വേദനിക്കുന്നുണ്ട് രാക്ഷസി. അനന്തൻ കൈ കുടഞ്ഞു. കണക്കായിപ്പോയി. ഗൗരി മുഖം വീർപ്പിച്ചു പിടിച്ചു. അതെ, ഏട്ടനും അനിയത്തിയും തമ്മിലുള്ള പ്രകടനമൊക്കെ പിന്നീടാകാം, ആദ്യം കാര്യം പറയും. ദേവൻ അക്ഷമയുടെ കസേരയിൽ ഒന്ന് ഇളകിയിരുന്നു. ഗൗരിയുടെ തോളിൽ ഒന്ന് തട്ടിയിട്ട് അനന്തൻ വീണ്ടും കാര്യത്തിലേക്ക് കടന്നു. ക്രിസ്റ്റി കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അന്ന് എനിക്ക് കരക്ക് കയറാൻ സാധിച്ചത്. അവിടെ എൻ്റെ സുഹൃത്തിന്റെ അമ്മാവന്റെ ഹോസ്പിറ്റലിലായിരുന്നു ചികിത്സ, അതും രഹസ്യമായി മറ്റൊരു പേരിൽ. മുറിവ് കുറച്ചൊന്ന് ഉണങ്ങാൻ തുടങ്ങിയപ്പോൾ ബാക്കി ചികിത്സയൊക്കെ കമ്പിളിത്തോട്ടിലുള്ള ഹോസ്പിറ്റലാക്കി. കുറെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷം മുറിവൊക്കെ ഭേദമായപ്പോൾ പിന്നീട് ഞാൻ അവിടെയും ഇവിടെയൊക്കെയുമായി ഒളിവിൽ കഴിയുകയായിരുന്നു.
എന്തിനു വേണ്ടിയായിരുന്നു അത്തരത്തിലൊരു നാടകം? ദേവൻ ചോദിച്ചു. പ്രതികാരത്തിന് വേണ്ടി. അനന്തന്റെ വാക്കുകളിൽ പകയുടെ തീപ്പൊരി ഉണ്ടായിരുന്നു. അത് കേട്ടപ്പോ ദേവന്റെയും ഗൗരിയുടെയും നെറ്റികൾ ചൊടിഞ്ഞു. അതെ ദേവ, ഞങ്ങളുടെ അച്ഛനെയും അമ്മയും ചതിച്ചു വന്നത് ശ്രീനിലയത്തുകാരും ആ സദാനന്ദനും കൂടിയായിരുന്നു എന്ന സത്യം ഞാനും അറിഞ്ഞിരുന്നു. അതിന് എനിക്ക് പകരം ചോദിക്കണമായിരുന്നു. അന്ന് കാട്ടിൽ വെച്ച് ശ്രീജിത്ത് തന്നോട് പറഞ്ഞ ആ സത്യം ഇപ്പോൾ ഗൗരിയുടെ മുന്നിൽ വെച്ച് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അനന്തൻ തുറന്നു പറഞ്ഞപ്പോ അത് ഗൗരിയെ തകർക്കുമോ എന്നൊരു പേടിയായിരുന്നു ദേവന്റെ ഉള്ളിൽ. അവൻ പെട്ടെന്ന് തന്നെ ഗൗരിയുടെ മുഖത്തേക്ക് നോക്കി. പക്ഷേ അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ മുഖത്ത് യാതൊരു ഞെട്ടലും ഉണ്ടായിരുന്നില്ല. അവൾക്കത് നേരത്തെ അറിയാമായിരുന്നു എന്നൊരു ഭാവമാണ് ദേവൻ അവളുടെ മുഖത്ത് കണ്ടത്. അവൾ അത് എങ്ങനെ അറിഞ്ഞു എന്നൊരു വലിയ സംശയം ദേവന് തോന്നിയെങ്കിലും അതിനെക്കുറിച്ച് അപ്പോൾ ഒന്നും ചോദിക്കാനോ പറയാനോ അവൻ നിന്നില്ല. അവന്റെ ഉള്ളിലെ പോലീസുകാരൻ അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു. നീ ഇതെങ്ങനെയാ അറിഞ്ഞത്? ശ്രീജിത്ത്. അപ്പോ ശ്രീജിത്തിനെ നീ കണ്ടിരുന്നോ? അനന്തൻ തല കുലുക്കി. ഓ, കാട്ടിൽ നിന്നും ഒരിക്കൽ അവൻ എന്നെ കാണാൻ വന്നിരുന്നു. ഇപ്പോ ആ സതീഷിനെ കൊന്നതും മറ്റാരുമല്ല, സദാനന്ദന്റെ ആൾക്കാർ തന്നെയാ. അതും അവൻ പറഞ്ഞതാണോ? അതെ, അവരിപ്പോ തിരുവനന്തപുരത്ത് പോയിരിക്കുന്നത് വിശ്വനെതിരെ പാർട്ടിക്കാരെ തിരിക്കാനാ. അറിയാം. രാജീവും കൂട്ടരും കൂടി രക്തമെടുക്കാൻ ഇങ്ങോട്ട് വരുമെന്ന് നിന്നോടാരാ പറഞ്ഞത്? ക്രിസ്റ്റി. ആ കൂട്ടത്തിലുള്ള ഒരുത്തൻ ആരോടോ വീമ്പ് പറഞ്ഞത് അവന്റെ കാതിലെത്തിയതാ. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഈ ഗൗരി പറഞ്ഞതുപോലെ അന്ന് കാവിൽ വെച്ച് സജീവനെ കൊന്നത് നീയായിരുന്നോ? അവന്റെ ഭാവങ്ങൾ പഠിക്കാനെന്നോണം ദേവന്റെ നോട്ടം അനന്തന്റെ കണ്ണുകളിലായിരുന്നു. അല്ല. അനന്തൻ വളരെ ശാന്തമായി തന്നെ മറുപടി നൽകി. അവരെ മുഴുവൻ എന്റെ കൈകൊണ്ട് തീർക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതിനു മുന്നേ മറ്റാരോ എനിക്ക് ഓരോ പണി പറ്റിച്ചില്ലേ? അപ്പോ അന്ന് നീ കാവിൽ കണ്ടുവെന്ന് പറഞ്ഞത്? ദേവൻ സംശയത്തോടെ ഗൗരിയുടെ നേരെ തിരിഞ്ഞു. അതെ ദേവേട്ട, ആ ഇരുട്ടിൽ നിന്ന് സജീവനെ വെട്ടിയിട്ട് പോകുന്ന ആ നിഴലി അനന്തേട്ടൻ്റെതാണ് എന്ന് തന്നെയാ ഞാൻ കരുതിയിരുന്നത്. അനന്തേട്ടൻ മരിച്ചിട്ടില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. ഗൗരി പറഞ്ഞു. എങ്കിൽ പിന്നെ സജീവനെ കൊന്നതാര്? ഇനി ശ്രീജിത്താണോ? ദേവൻ ആരോടൊന്നില്ലാതെ ആത്മകഥം പോലെ ചോദിച്ചു. അല്ല, ആയിരുന്നെങ്കിൽ അവൻ പറഞ്ഞേനെ. എങ്കിൽ പിന്നെ ആര് എന്നൊരു ചോദ്യം ദേവന്റെ മനസ്സിൽ കിടന്നുഴറി. എല്ലാവരും ചിന്തകളിൽ മുഴുകിയപ്പോ ആരികത്തെ ആ സ്വീകരണ മുറിയിൽ മൗനം തളം കെട്ടി നിന്നു. ശ്രീനിലയത്തെ സജീവനെ കൊന്നത് അനന്തനും ശ്രീജിത്തും അല്ലെങ്കിൽ പിന്നെ ആരാണ് ആ പാതിരാത്രിയിൽ കാവിൽ വെച്ച് ആ കൊടും പാതകം ചെയ്തത്? ഉത്തരം കിട്ടാത്ത ചോദ്യം ദേവനെ അസ്വസ്ഥനാക്കി. സജീവന്റെ യഥാർത്ഥ ഘാതകൻ ഇപ്പോഴും ഇരുട്ടിൽ ഒളിച്ചിരിപ്പുണ്ടെന്ന സത്യം വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ സൂചനയാണോ എന്ന ആശങ്കയോടെ അവൻ ഗൗരിയെ നോക്കി. അവൾ അപ്പോഴും തന്റെ ഏട്ടനെ തൊട്ടും തലോടിയും സ്നേഹിക്കുകയായിരുന്നു. തുടരും. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക്